ചാലക്കുടി പ്രിയങ്കരനായ MLA സനീഷ് കുമാർ ജോസഫിന്റെ ആസ്തി വികസന ഫണ്ട് 1,50,00,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ചാലക്കുടി നഗരസഭ അനക്സ് കെട്ടിടം. ഈ ഗുഹാമുഖം കടന്ന് നിങ്ങൾ വരുമ്പോഴല്ലേ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു 1658 കോടിയുടെ വികസനം കാണും. ഈ ഗുഹാമുഖം കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കോഫി ഹൗസ് ഇരുന്ന സ്ഥലത്തുണ്ടല്ലോ, അവിടെ ഒരു കെട്ടിടം പണിത് വെച്ചിട്ടുണ്ട്. 2 മാർബിൾ കഷ്ണത്തിൽ നിരവധിയായിട്ടുള്ള കൗൺസിലർമാരുടെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊരു സംഭവം എന്നറിയാം, നമ്മുടെ ഫണ്ട് ജനകീയ ഫണ്ട്, MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ ചെലവഴിച്ചെന്നാണ് അന്നത്തെ ചെയർമാൻ പറഞ്ഞത്. 1.5 കോടി ചെലവഴിച്ച് പണിത അനക്സ് കെട്ടിടം. ആ സാധനല്ലേ ഒരു കക്കൂസക്കുഴി പോലും കുത്തിയിട്ടില്ലായിരുന്നു, ഒരു ഡ്രെയിനേജിന്റെ സാധനം പോലും കുത്തി തീർന്നിട്ടില്ല. അങ്ങനെ ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ട്. അതിൽ കുടുംബശ്രീയുടെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്, AC സംഗതിയൊക്കെയാണ്. അതിന് ടോയ്ലറ്റ് എവിടെയാന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു സൗധം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഫ്റ്റീരിയ ഇപ്പൊ വരുന്നു പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അടിയിലെ സംഗതി ഉണ്ടാക്കി വെച്ചാണ്. ഇപ്പൊ കുറെ പ്ലാവില വീണ് അവിടെ കിടക്കുന്നുണ്ട്. ഇനി അതിനേക്കാളും വലിയ രസം എന്താണെന്നറിയാം, എന്നെ അങ്ങോട്ട് കുടഞ്ഞ് ആക്രമിക്കാൻ വരുന്ന കോൺഗ്രസ് ഓളികളോട് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസിനെയും UDFനെയും തോൽപ്പിക്കാൻ ശ്രമിച്ച ഒരു മഹാരഥന് വേണ്ടിയിട്ടാണ് ഈ 1.5 കോടി ഈ കോൺഗ്രസിന്റെ MLA സനീഷ് കുമാർ ജോസഫ് 1657 കോടിയിൽ ചെലവഴിച്ചുണ്ടാക്കിയത്. ഈ സൗധം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി നിയമസഭയിലേക്ക് മത്സരിച്ചു. കോൺഗ്രസിനെ UDFന്റെ സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച അമ്പെ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ നമ്മുടെ VL ജോൺസണിനായിട്ട് മത്സരിച്ചു. കൈപ്പറ്റി ചിഹ്നത്തിൽ മത്സരിച്ച VL ജോൺസണിനെതിരെ മത്സരിച്ച് അമ്പെ പരാജയപ്പെട്ടു. അപ്പൊ നിങ്ങൾ നോക്കിയേ, UDFനെ തകർക്കാൻ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, കോൺഗ്രസിനെ തകർക്കാൻ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി 1.5 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ഒരു സൗധം ഈ സനീഷ് കുമാർ ജോസഫ് കൊടുത്താണ്. ഈ സനീഷ് കുമാർ ജോസഫ് MLA 1657 കോടി കൊടുത്താണ്. ഇയാൾക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ അന്ന് ഈ വിമർശനാത്മകമായിട്ടൊരു വീഡിയോ ഇട്ടു. അന്ന് ഞാൻ അതിൽ പറഞ്ഞു, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ സ്മാരകം പണിയാൻ കൊടുത്തത്? സ്മാരകം പണിയേണ്ട ആൾക്കാർ കോൺഗ്രസ് പാർട്ടിയിലുണ്ടെന്ന്. എംബ്രാന്തിരി സ്വാമിയെ പോലുള്ള മഹാരഥന്മാരെ തമസ്കരിച്ചെടുത്തേക്കാണ് നാണം കെടുത്താൻ വേണ്ടി. ഒരു ഹോള് പണി എന്ന് പറഞ്ഞിട്ടല്ലേ എന്തായിന്നറിയോ? പക്ഷെ എന്റെ അപ്പന്റെ സ്മാരകം ആദ്യം തന്നെ പണിയണം, എന്റെ അപ്പന്റെ സ്മാരകത്തിന് പേര് വിടണം. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ വന്ന് ഇവിടെ ചെയർമാനായിട്ടിരുന്നപ്പോ, ഒരു കസേര മനുഷ്യൻ ചെയർമാനായിട്ടിരുന്നപ്പോ അയാൾക്ക് വേണ്ടിയിട്ട് ഈ പണം, ഇത്രയും കോടി രൂപ ഈ MLA, ഇതാണ് വികസനം കേട്ടോ. നിങ്ങൾ വികസനം വിജയത്തിന് ചാലക്കുടിയിലെ ആ കെട്ടിടം അവിടെ പണിത് വെച്ചുകൊണ്ട് എന്ത് കാര്യമുണ്ട്? എന്തെങ്കിലും നടന്നോ? ആ സാധനത്തിന് സാങ്ഷൻ കിട്ടിയിട്ടുണ്ടോ നഗരസഭയിൽ നിന്ന്? ഒന്നും കിട്ടിയിട്ടില്ല. ഇതാണ് വികസനം. ഞാൻ പറഞ്ഞില്ലേ 1657 കോടി വികസനം ഞാൻ പറയുന്നത് കേട്ടോ. ഗവൺമെന്റിനെ, ഏത് ഗവൺമെന്റിനെ വിമർശിക്കാനും ഏത് ഗവൺമെന്റിനെ എതിർക്കാനും ഒക്കെ ആയിട്ടുള്ള സംഗതി ഉണ്ടെന്ന്. പക്ഷെ നട്ടല് വേണം, ചങ്കൂറ്റം വേണം, കനം വേണം, കനം. അതാണ് ഞാൻ പറയുന്നത്. ഒരേ സമയം സർക്കാരിനെ ഇതിനെ എതിർക്കുകയും സർക്കാരിന്റെ പദ്ധതി ഈ ലേഖയിൽ അടിച്ചു കയറ്റിയിട്ട് ഞാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് പറയുന്ന സംഭവം നാണാവില്ലേ? അങ്ങനെ എത്ര പദ്ധതികൾ നവകേരള സദസ്സിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള പദ്ധതികൾ അതിൽ എഴുതി വെച്ചാണ്. അതിലൊരു പ്രശ്നമില്ലേ കോൺഗ്രസ് ഓളികളെ? നിങ്ങളിവിടെ കാലുമാറ്റാണല്ലോ നിങ്ങൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കാലുമാറ്റം എന്ന് പറഞ്ഞ സംഭവത്തിന് അത്ര വലിയ കാണാനല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ചാടണോ? അതാണ് ഇവിടുത്തെ പൊളിറ്റിക്സ്. ഇനി നിങ്ങൾ കാലുമാറ്റം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ സാധനം നിങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ പാർട്ടിയെ കോൺഗ്രസ് ഓളികളോട് പറയണേ, കോൺഗ്രസിനെ VL ജോൺസൺ എന്ന് പറയുന്ന ആളെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും UDFന്റെ സ്ഥാനാർത്ഥിയെ, നിയമസഭയിലേക്ക് മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് വേണ്ടി സ്മാരകം പണിത ടീമല്ലേ നിങ്ങളുടെ ഈ MLA സനീഷ് കുമാർ ജോസഫ്? അപ്പൊ അയാൾ പറയും ജൂബിലി കെട്ടിടത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത്. ഏത് സനീഷ് കുമാർ? ഇത് ആർക്ക് വേണ്ടി പണിയണേന്ന് പോലും കൂടി നോക്കാതിരുന്ന ഒരു മനുഷ്യനാണ് ഈ സനീഷ് കുമാർ. അപ്പൊ അതുകൊണ്ട് ഇതാണ് വികസനം. നടപ്പിലാക്കുന്ന വികസന രീതികളുണ്ടോ? നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന രീതികളാണ് ഞാൻ പറഞ്ഞത്. ഈ ഗുഹാമുഖത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഗുഹാമുഖത്തെ പറ്റി ഒരാള് ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഭവത്തിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ തിരുത്താനല്ലേ നമ്മൾ പുതിയ ആൾ തെരഞ്ഞെടുക്കണേ. അപ്പൊ അയാളും ഇത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? ആ ഗുഹാമുഖത്തിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപ്പോഴത്തെ വികസനം കാണാം. കഫ്റ്റീരിയ ഇല്ല, സംഭവം കാണാൻ കിടക്കണ്ട. അവിടെ ഒരു കക്കൂസക്കുഴി പോലും കുത്തിയിട്ടില്ല. കക്കൂസക്കുഴി ഇപ്പൊ മുന്നിൽ അവിടെ ഒരു സൈഡിലായിട്ട് ഒരു കുഴി കുത്തി കുറെ മണ്ണും വരിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വികസനം. ഈ ഗുഹാമുഖത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു നഗരസഭാ ചെയർപേഴ്സൺ ഉണ്ട്, ആലിസ് ഷിബു. ഞാൻ പേരെടുത്ത് പറയണേ. ഒരു ട്രാഫിക് കമ്മിറ്റി പോലും ഇവർ ഈ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ട് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ജോലികൾ ഉണ്ടാവുന്നത്, പോസ്റ്റ് ഓഫീസിൽ കുറിവെക്കലും മറ്റു പരിപാടികളൊക്കെ ഉണ്ടാവും. തകൃതിയിൽ നടക്കട്ടെ, നമ്മൾ അതിനൊന്നും പറയല്ല. നിങ്ങൾ പറഞ്ഞ വാക്കിനോട് കുറച്ചെങ്കിലും ഒരു വിശ്വസ്ത പുലർത്തുക. എത്ര മാസം കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്? ഒരു ട്രാഫിക് കമ്മിറ്റി പോലും നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഇവരെ ഉത്തരവാദിത്തങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു, വികസനത്തിന്റെ വരുന്ന സംഗതി. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ആൾക്കാർ ശ്രദ്ധിച്ച നല്ല കാര്യം. ഞാൻ എതിർക്കുന്നത് നിലവിലുള്ള ആളുകളുടെ നടപ്പിലാക്കിയ വികസനത്തിനെയാണ്. ഞാൻ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, ഇന്ന ആൾക്ക് വോട്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്ത് പറയാനും പോകണില്ല. എനിക്ക് എന്റെ നാടിന്റെ രാഷ്ട്രീയമാണുള്ളത്. ഇതേ സനീഷ് കുമാർ ജോസഫിനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വോട്ട് ചെയ്യണം, ജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ വികസന മാതൃകകളും പദ്ധതികളും ഞാൻ കണ്ടു നോക്കുമ്പോൾ ഞാൻ പറയുന്നത്, അദ്ദേഹം ഇനി തെരഞ്ഞെടുക്കുക ആണെന്ന് തന്നെ വെച്ചോ,
കുറച്ച് നല്ല കഞ്ഞി കുടിച്ചു ഉഷാറായിട്ട് ചാലക്കുടിനെ പറ്റി ഒന്ന് ചിന്തിക്കും. ചാലക്കുടിയിലെ പ്രദേശങ്ങളെ പറ്റി ഒന്ന് അറിയും. ഇമാതിരി ആളുകൾക്ക് സുഖിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഫണ്ട് കൊടുക്കരുത് നിങ്ങൾ. കോൺഗ്രസിനെയും യു ഡി എഫിനെയും തോപ്പിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ഫണ്ട് കൊടുത്ത് സ്മാരകം പണിത ടീമുകളാണ് കാല് മാറ്റത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്. എന്ത് വലിയ കോമഡിയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. അപ്പോൾ എല്ലാ വികസനങ്ങളും എല്ലാ സംഗതികളും ചാലക്കുടിയിലേക്ക് പുഴ പോലെ ഒഴുകട്ടെ, വികസനം സാധ്യമാകട്ടെ. നിങ്ങൾ ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഞാനിവിടുത്തെ വികസന മാതൃകകളാണ് ചർച്ച ചെയ്തത്. ഈ നാട്ടിലെ വികസന മാതൃകകൾ, നടപ്പിലാക്കിയ വികസന മാതൃകകളാണ് സംസാരിച്ചത്. എന്നെ ഇങ്ങോട്ട് കൊലവിളിക്കാൻ വന്ന കോൺഗ്രസ് ഹോളികൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാർട്ടിയുടെയും നിങ്ങളുടെ നേതൃത്വത്തിന്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ ഈ മാസം തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സംഭവങ്ങൾ നമ്മൾ ഉണർത്തിക്കും പറയേണ്ട പോലെ പറയും. അത്രമാത്രമാണ് ഞാൻ പറയാനുള്ളത്. നിങ്ങളും ചിന്തിക്കുക. നിങ്ങളുടെ പ്രസ്ഥാനത്തിലും നല്ല കഴിവും ബോധ്യമുള്ള നേതാക്കന്മാരും നേതൃത്വവും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ ചാലക്കുടിയിൽ നിന്നൊക്കെ വളർന്നു വരാനായിട്ടുള്ള അവസരം ഉണ്ടാവണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നന്ദി, നമസ്കാരം. ചൂണ്ടുവിരൽ ഉയരട്ടെ, അത്ര മാത്രമാണ് പറയാനുള്ളത്.